അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസ്ഹബിഹി വസല്ലം. എൻ്റെ പേര് ഉമർ. ഞാൻ കരുവാരകുണ്ട് സ്വദേശിയാണ്. മക്കൾ മൂന്ന് പേരുണ്ടായിരുന്നു. 3 പെൺകുട്ടികളാണ്. 3 മഅദിനിലാണ് പഠിക്കുന്നത്. അതിൽ വലിയ മൂത്തവൾ 5 വർഷം പഠനം പൂർത്തിയാക്കി മഅദിൻ ഷീ ക്യാമ്പസിൽ പൂർത്തിയാക്കി അവൾ ബിരുദം എടുത്തിട്ട് പോന്നു. ഇപ്പോൾ 2 പേര്, അതിൽ രണ്ടാമത്തെ ആൾ ഷീ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ആളും അവിടെ തന്നെയാണ്. 2 പേരും ആദ്യം ക്യൂലാൻഡിലായിരുന്നു പഠിച്ചിരുന്നത്. ഖുർആൻ ഹിഫ്ളിന് വേണ്ടിയിട്ട് ഹിഫ്ള് പൂർത്തിയാക്കി അൽഹംദുലില്ലാഹ് ദൗറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വലിയ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതാണ് പിന്നെ അവർ നമ്മൾ സ്ഥാപനത്തിൽ ചേർക്കുമ്പോഴും അത് തന്നെയാണ് ഉദ്ദേശം. ആത്മീയമായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളത്. പറയാനൊരു രസമുള്ള സംഗതിയാണ്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ മോള് നാഫില എന്നാണ് പേര്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വലിയ മാറ്റങ്ങൾ കണ്ടു. അവളുടെ പെരുമാറ്റങ്ങളിലും കുട്ടികളുമായിട്ടുള്ള സ്കൂളിൽ പോയാലുണ്ടാവുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, പല കുട്ടികളും പല സ്വഭാവങ്ങളും. വീട്ടിൽ വരുമ്പോൾ അങ്ങനെ സ്വഭാവങ്ങളിലൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അതിലാണ് ഞാൻ ക്യൂലാൻഡിൻ്റെ ഈ പരസ്യം കാണുന്നത്, ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഹിഫ്ള് പഠിക്കാറില്ല. അതിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഏതായാലും ഇൻ്റർവ്യൂവിനുള്ള ക്ഷണം കിട്ടി. ഇൻ്റർവ്യൂവിന് ചെന്നു. അൽഹംദുലില്ലാഹ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിൽ പാസ്സായി. അങ്ങനെ അഡ്മിഷൻ മേടിച്ചു അവിടെ. അപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞു അവിടെ ക്ലാസ് എടുക്കുമ്പോൾ, ഫസ്റ്റ് അഡ്മിഷൻ്റെ അന്ന്, പിന്നെ ഇപ്പോൾ കാണുന്ന പോലെയല്ല. ചിലപ്പോൾ നമ്മളെ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അവർക്ക് അവിടെ തുടരാൻ താല്പര്യമില്ല എന്ന് പറയും. പക്ഷേ ഒരു 3-4 മാസം കഴിയുമ്പോൾ അവർക്ക് പിന്നെ ഇവിടെ തന്നെ നിന്നാൽ മതിയാവും, വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വരില്ല എന്ന് ഉസ്താദ് അന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി ശരിയായിരുന്നു. കാരണം ഫസ്റ്റിലൊരു മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാനിനി പോകുന്നില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ ഒരു പോക്കാണല്ലോ, ചേഞ്ചസ്. അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് മനസ്സിൽ. വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കണല്ലോ ആദ്യം. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞു. അതേപോലെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ പിന്നെ കൂടുതൽ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ വന്നവർക്ക് ക്യാമ്പസുമായിട്ടാണെങ്കിൽ ചേർന്ന് അൽഹംദുലില്ലാഹ് വലിയ മാറ്റങ്ങൾ പിന്നെ കണ്ടു തുടങ്ങി ജീവിതത്തിൽ. ഖുർആൻ പഠിക്കണമല്ലോ, അപ്പോൾ അത് ഞങ്ങൾക്കൊന്നും വലിയ സന്തോഷമായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിലേക്ക് പിന്നെ കോവിഡ് വന്നു. അങ്ങനെ കുറേ തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ട് കുറച്ച് നീണ്ടുപോയി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അൽഹംദുലില്ലാഹ് അവർ ഏകദേശം 3 വർഷത്തെ ഒരു കാലാവധിയാണ് പറഞ്ഞ്, അതിൻ്റെ ഉള്ളിൽ തന്നെ പൂർത്തിയാക്കി. പിന്നെ ദൗറയിലേക്ക് പ്രവേശിച്ചു. ഇപ്പോഴും അങ്ങനെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ് ഇപ്പോൾ അവരെ കാര്യം ആലോചിക്കുമ്പോൾ. സത്യം എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ മോളെ ഞാൻ ചേർക്കുമ്പോൾ അവൾക്ക് താല്പര്യമല്ല. സത്യത്തിൽ എൻ്റെ താല്പര്യം. കാരണം നമുക്ക് കുട്ടികളെ ഒരു വഴി പിന്നെ ഒരു നമ്മൾ ഉദ്ദേശമായിരിക്കല്ല പോകുന്നത് കണ്ടപ്പോൾ നമ്മൾ നിർബന്ധിതമായിട്ട് ഇങ്ങനെ ആക്കി. പക്ഷേ പിന്നീട് അവർക്ക് തന്നെ ഇൻട്രസ്റ്റ് കൂടി വന്നു, അവർക്ക് തന്നെ താല്പര്യം. പിന്നെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുമായിട്ട് അവിടെ ഉസ്താദ് പിന്നെ മാഡം എല്ലാവരും വളരെ സോഷ്യലായിട്ടുള്ളൊരു എന്താ പറയുക, വളരെ സൗഹാർദ്ദമായിട്ടുള്ളൊരു ക്യാമ്പസായിരുന്നു അത്. അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അവിടെ. പ്രത്യേകിച്ച് മാഡത്തിനുള്ള അടുപ്പം കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ കുട്ടികൾ പറയും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ ഒരു ബന്ധം ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട് മഅദിൻ താങ്കൾ ഉസ്താദിനോടും അതുപോലെ നിസാമി ഉസ്താദിനോടും മഅദിൻ കുടുംബത്തോടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മക്കളുടെ കാര്യത്തിൽ വലിയ സന്തോഷമാണ്. 3 പേരും മഅദിനിലാണ് പഠിച്ചത്. മൂത്തോള് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു മഅദിനിലെ പഠനം കൊണ്ട്, പ്രത്യേകിച്ച് ക്യൂലാൻഡിൽ. അപ്പോൾ ഒരുപാട് കടപ്പാടുകൾ, നന്ദികൾ അറിയിക്കാണ്ട് അതിന് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിസാമി ഉസ്താദിനോടും മാഡത്തിനോടും മറ്റുള്ള ടീച്ചേഴ്സിനോടും അവിടെയുള്ള സ്റ്റാഫുകളോടും, പ്രത്യേകിച്ച് താങ്കൾ ഉസ്താദിൻ്റെ ആ ഒരു ആത്മീയമായ നേതൃത്വം, അത് കുട്ടികൾക്ക് പല മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കട്ടെ
ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് മഅദിൻ സ്ഥാപനങ്ങളെ അള്ളാഹു ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഅദിൻ ക്യൂലാൻഡ്, പുൽപ്പറ്റ, മഞ്ചേരി. കോൺടാക്ട് 9946623412.